തുർക്ക് ജാമും മരുന്ന് വെച്ചിട്ട് എന്നെ ഒന്ന് ഉപദ്രവിക്കും. ഇനി ഇതുകൂടി ഞാൻ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അവൻ്റെ 500 രൂപ വേണ്ട. ആ 500 എനിക്ക് ഒരു നൈറ്റ് ഒന്നും വേണ്ട. 500 എൻ്റെ വിവ്യനോട് ചോദിച്ചാൽ വിവ്യയുടെ എനിക്ക് 500 തരും. ഫ്രീ ആയിട്ട് തരും എൻ്റെ വിവ്യട്ടെ. ഒന്നും വേണം. നിക്കനോട് ചോദിച്ചാൽ മതി. എനിക്കൊരു 500 വേണം. അതാ ഫ്രീ ആയിട്ട് തരും. പിന്നെ എനിക്ക് വേണ്ടി 500 രൂപ ഒരു വീഡിയോക്ക് ആണാ? 500ക്ക് ഞാൻ നിങ്ങൾക്ക് തോന്നുന്ന ബിജു ഒരു 500ക്ക് ഗതികെട്ട് കിടക്കാണെന്ന് ആണാ? നിങ്ങൾക്ക് തോന്നുന്ന ബിജു ഒരു 500ക്ക് ഗതികെട്ട് കിടക്കാണെന്ന്? എടോ എനിക്കൊരു 500 രൂപ എൻ്റെ വിവ്യാനോട് ചോദിച്ചാൽ മതി. എനിക്ക് ഇപ്പം കൊണ്ടു തരും. ഫ്രീ ആയിട്ട് തരും. തിരിച്ചു കൊടുക്കാൻ വേണ്ട. അപ്പോൾ ഇവൻ്റെ 500 രൂപ മേടിച്ചിട്ട് അവൻ അഡ്വാൻസ്മെന്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പട്ടി ചെയ്ത് കൊടുക്കും. അങ്ങനെ ആണുങ്ങൾ കടി കണ്ടൊക്കെ കുടിച്ചിട്ട് എന്നെ കണ്ട് കൊല്ലാൻ വേണ്ടി. സീരിയസ്ലി ഒരു വൃത്തിയിടും. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച തുർക്കി ജാമ അടിച്ചിട്ട് എന്നെ കൊന്നു. അവൻ അറിയും നിങ്ങൾക്ക്? തുർക്കി ജാമ അടിച്ചിട്ട് വന്നു. ഒരു റൊമാൻസും ഒരു ഒന്നുമില്ല. ചുമ്മാ ടക് 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 സാധനം പൊട്ടി പോവില്ലേ? ഞാൻ എടുത്തില്ല. പള്ളേ തള്ളി ആ മോളെ തുർക്കി ജാമ കഴിച്ചിട്ട് വെറും കെമിക്കല്. എന്നിട്ട് അവൻ്റെ ഇവിടെയൊക്കെ കുരുവും വന്നു തുർക്കി ജാമ കഴിച്ചിട്ട്. എന്നിട്ട് ആ പഴയ അവൻ്റെ 500ക്ക് ഇത്ര ബുദ്ധിമുട്ടോ എനിക്ക്? എൻ്റെ ഷാഡോ പുതിയ സാധനം ഇറങ്ങിയേക്കണം തുർക്കി ജാമിനെ പോലെ. ഒരു മരം വിളിച്ചിട്ട് എന്നോട് പറയാം, ബീജിക്ക് 500 തരാം. 500 തന്നെ എൻ്റെ എന്ത് സാധനം സ്റ്റാമിനയോ എന്തുട്ടാ എന്തിട്ടോ എനിക്ക് അവൻ പേര് പറഞ്ഞേ? എന്തെന്ന പേര് പറഞ്ഞേ? എന്തൊക്കെ അവൻ പറഞ്ഞ പേര്? എന്ത് പേരാവൻ പറഞ്ഞ? ഇപ്പം അവൻ പവർ ഹൗസ് എന്ന് പറഞ്ഞത് തന്നെ അറിയില്ല. ആണുങ്ങളുടെ തുർക്കി ജാമിനെ പോലെ ആണുങ്ങൾക്ക് പവർ. ഇമാർ ഇതൊക്കെ കേട്ടിട്ട് എല്ലാം അടിച്ചിട്ട് നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്ക് നോർമലി ഉള്ള ആണുങ്ങളെ മതി. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പോണതോ 10 മിനിറ്റ് കൊണ്ട് പോണതോ ഒരു അരമണിക്കൂർ മാക്സിമം ഞാൻ കൊടുക്കും. ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല കേട്ടോ ആണുങ്ങളെ വയ്ക്കും. എൻ്റെ ഞാൻ കത്തു പോകും. അതല്ല വല്ല റൊമാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. സെറ്റ് ഇത് റൊമാൻസ് ഇല്ലാണ്ട് ടക് 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 അമ്മേ മുല കുരുന്നു ടക് 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 അടിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ അത്ര കാര്യമില്ല. റൊമാൻസ് ഫോർപ്ലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വാ, ഞാൻ റെഡി. അല്ലാതെ ചുമ്മാ കുനിഞ്ഞു നിൽക്കോ, തേങ്ങ പൊതിക്കോ, കവച്ചു വെക്കോ, അതിനോട് താല്പര്യമില്ല. ആടാ അവർക്ക് 500 രൂപ തരാം. 500 ഇപ്പൊ ചോദിച്ചാൽ എനിക്കിപ്പോ ഇട്ടതിൻ്റെ അർത്ഥം 500ക്ക് ഇത്ര വലിയ ഗതികേട് എനിക്കില്ല. ഈ ലൈവ് കാണുന്ന 500ക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. എനിക്കിപ്പോ ഒരു 500 വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 500 തരുമോ? എനിക്ക് വിവിയായിട്ടൊരു 500 തരുമോ? എനിക്കിവിടെ കൊണ്ടുതരും. എന്നിട്ടാണ് അവൻ്റെ 500 രൂപ. എന്നിട്ട് അവൻ വർത്താനം പറഞ്ഞിട്ടില്ലേ ആരെയും കീറുമോന്ന്. അതിനാണ് ഞാൻ അവൻ്റെ തള്ളേക്ക് പറഞ്ഞത്. ഈ റിയാസിനോട് ചോദിച്ചാൽ മതി എനിക്കൊരു 500 വേണമെന്ന് പറഞ്ഞാൽ അവൻ എപ്പോൾ കൊണ്ടുതരും. ഓക്കെ. തേങ്ങ പൊളിയോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. അവൻ്റെ അണ്ടി രാവിലെ തന്നെ വന്നേക്കുക. സ്റ്റാമിന സെവറിന്റെ പകരം അത് കുട്ടി പ്രശ്നം ഏതോ പവർ ഹൗസ് എന്ന് പറഞ്ഞ സംഭവം എടുക്കാന്ന് ഞാൻ ഫോക്കസ് ചെയ്ത് കൊടുക്കൽ. അവനത് ആക്കി വന്നിട്ട് വേണം എൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർക്ക് അത് പോയിട്ട് മേടിക്കാൻ. നമുക്ക് എന്താ ലാഭം? ഒരു 25 റംസ് എന്നോട് എടുത്താൽ പിന്നെ എനിക്ക് ലൈവ് ഇരിക്കാനാണോ നേരം? അവൻ്റെ അണ്ടി വിൽക്കാനാണോ എനിക്ക് നേരം? അവൻ്റെ അണ്ടി വെച്ചിട്ട് എനിക്കെന്താ കാര്യം? വല്ല ഗുണമുണ്ടോ? ടെക് 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 എന്താ ടെക് ടെക് എന്ന് പറഞ്ഞ സാമാനത്ത് കയറ്റി അടിക്കാൻ. എനിക്ക് ഇന്ന് വരാനാണോ? ഫ്രീ ആണോ? പോയാൽ മതി. ഫ്രീ ആണ്. ഞാൻ എന്തിവിടെ പേര നിറച്ചിരിക്കുക. വേണ്ടാത്തത് അവനെ വിടരുത്. അവന് ഇല്ല, ഞാൻ അവന് കൊടുത്തു. അവൻ്റെ വോയിസ് ഫുള്ള് ഞാൻ കേൾപ്പിച്ച റെക്കോർഡിട്ട് നാളെ യൂട്യൂബിൽ ഓടിക്കോളും. ഇന്ന് അവൻ്റെ പെണ്ണുമ്പിള്ള അറിയും എൻ്റെ ഭർത്താവിന് അവിടെ സ്റ്റാമിന സേവറ വെക്കുന്നതെന്ന്. അത് റെക്കോർഡ് ഓടിയിട്ടുണ്ടാവും. അത് ഏതെങ്കിലും വേട്ടാവളെ നാളെ യൂട്യൂബിൽ പോസ്റ്റിക്കോളും. പേടിക്കണ്ട. അതെന്നോട് സംസാരിച്ചപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ട്. ആ ലൗഡ് സ്പീക്കർ ഇട്ട് നാളെ ഏതെങ്കിലും യൂട്യൂബിൽ അവൻ്റെ വോയിസ് കിടന്ന് ഓടും. എന്നോട് അവൻ പറയണത് 500 തരാമെന്നും 25 തരനുസരിച്ച് എടുത്തണതും ഇതൊക്കെ നാളെ റെക്കോർഡായിരിക്കും. ഞാൻ പോസ്റ്റൂലേ, ഇതിൽ ആൾക്കാർ പോസ്റ്റിക്കോളും. നാളെ അവൻ ഏറല. അത് വല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓടിക്കോളും. ബിജീനെ ആണുങ്ങളാണ് ചീത്തയാക്കുന്നത്. ഓക്കെ, ഞാൻ നാളെ പഠിച്ചോളൂ. നോ പ്രോബ്ലം. എൻ്റെ അടുത്ത് അവൻ്റെ കാര്യം ഞാൻ നല്ല ആട്ടാട്ടി. പക്ഷെ അതിനോട് താല്പര്യവും ഇല്ല. നമുക്കതുകൊണ്ട് ചീത്തപ്പേരേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ?
ബിജി ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. പിന്നാലെ പൂ പറിച്ചോ, പിന്നിലെ പൂ പറിച്ചോ. എൻ്റെ പൂ പറിക്കാൻ ആരും വന്നിട്ടില്ല മുത്തേ. നിനക്ക് വേണം എൻ്റെ പൂ പറിക്കാൻ. എന്നാൽ നീ വന്ന് പൂ പറിച്ചതാ. പറിച്ചു തരുമോ? കയ്യിൽ 2000 തെർമസ് കൊണ്ട് വരണം. എനിക്ക് 2000 തെർമസിൻ്റെ കുറവുണ്ട്. നീ പൂ പറിച്ചു തരുമോ? പറിക്കുമ്പോൾ നല്ല റൊമാൻസോടെ പൂ പറിക്കണം. പിടിച്ച് പറിക്കരുത്, സ്റ്റിക്കർ പറിക്കുന്ന പോലെ. എനിക്ക് വേദന എടുക്കും. ഓക്കെ. ചുവരിലാണോ? ഷിറ്റ്. ആ പൂവാണോ? അത് വലിയ പൂവാടാ. ഇത് വലുത് വേണോ നിനക്ക്? നീ ഈ പൂവല്ലേ ചോദിച്ചത്? ഇത് ഭയങ്കര വലിപ്പാ. നിനക്ക് അത്ര വലിയ പൂവാ ഇഷ്ടം? അത് ആന പോലെ വലുതാടാ. ചെറുത് പോരെ? ആ ഭയങ്കര വലിപ്പുണ്ട് ആ പൂവ്. പൂക്കൊതിയിലാണല്ലേ? പൂവ് ആടാതെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പൂവിൽ ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വാടരുത്. പൂവ് ആടിയ കൊള്ളൂല. അപ്പോഴും അവന് പൂവാ കണ്ടത്. ഞാൻ വിചാരിച്ചു എനിക്ക് വലുത് മതി. ഈ നിന്റെ ചെറിയ അണ്ടി കൊണ്ട് എങ്ങനെയാണ് ആ വലിയ പൊത്തിനകത്ത് കുത്തുക? എടാ, നിന്റെ ഒരു ചെറിയ അണ്ടിയും ഉണ്ട്. ആ വലിയ പൂവിനകത്ത് ഞാൻ എങ്ങനെ കുത്തിട്ട് ഇതിന് സുഖം കിട്ടുമോ? ലൂസായിരിക്കും. എടാ, ചെറിയ പൊത്തിനകത്ത് ചെറുത് ടൈറ്റ് കിട്ടും. വലിയ പൊത്തിനകത്ത് പോയിട്ട് ഇതിന്റെ ചെറിയ സുന കയറ്റല്ലേ? നീ ഇങ്ങനെയാ? അവൻ പൂകൊതിയനാ. അത് അവനെ കണ്ടാലറിയാം. അത്രയ്ക്ക് ഇഷ്ടം നിനക്ക് പൂവ്. അങ്ങനെയാണ് നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പൂവ് തരാം. എങ്ങനത്തെ പൂവ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ചേച്ചി ടൈറ്റാസ് പറിക്കാൻ. അത് ചെമ്പരത്തി വലുത് ഉണ്ടാവും. ചെമ്പരത്തിയോ? ഇങ്ങനൊരു കാര്യം ചെയ്യും. വില എരുമയുടെ കുണ്ടിമ പോരി. അത് നല്ല ത്രികോണം പോലത്തെ പൂവായിരിക്കും. പൊക്കോ. വല്ല പോത്തിൻ്റെയോ എരുമയുടെയോ കുതിരയുടെ കുണ്ടിമ പോരിക്കും. അതാകുമ്പോൾ നല്ല ഇങ്ങനെ ഇരിക്കും. എന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. അവിടെ പോയിട്ട് നീ മോന്ത കവച്ച് വെച്ച് കിടന്നോ. പോട്. നല്ലതായിരിക്കും. എനിക്കൊരു ബ്ലാക്ക് പൂ വേണം. ബ്ലാക്കാ നല്ലത്. ചുമല റെഡും കൊള്ളൂല. ചുമലിലെ പൂവിനെ കുറിച്ച് ചോദിച്ചു. നീ എന്ത് പൂവിനെ കുറിച്ചാണ് ചോദിച്ചതൊക്കെ നമുക്കിവിടെ അറിയാം. പെണ്ണുങ്ങളുടെ കയ്യിലാണ് പൂവുള്ളത്. ഓക്കെ. നീ ആ പൂ കണ്ടിട്ടല്ല ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. ഓക്കെ. അതിനെക്കാട്ടിയും നല്ലത് പൂച്ചപ്പൂ കൊള്ളാം. പൂച്ചപ്പൂ ഉണ്ടോ? നീ പൂച്ചയുടെ ആളാ? ചേച്ചിയുടെ മരണക്കിണർ കണ്ടു എന്തെങ്കിലും കസ്റ്റമർ പേടിച്ചിട്ടുണ്ടോ? പിന്നെ എൻ്റെ സാധനം കണ്ട് എല്ലാ കസ്റ്റമറും ബോധം കെട്ടി വീണിട്ടുണ്ട്. തൊടാറ് പോലുമില്ല, ഉമ്മ വയ്ക്കാറുമില്ല. വരുന്ന വഴിക്ക് പൊക്കി നോക്കും. അയ്യോ എന്ന് പറഞ്ഞ് ബോധം കെട്ടി വീഴും. എന്നിട്ട് ഞാൻ പോയി വെള്ളം ഒഴിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. എനിക്ക് അവരുടെ മുഖത്ത് കയറി ഇരിക്കും. അപ്പോ ഒന്നുകൂടെ ബോധം കെട്ടോട്ടെ. ഇക്കോ. സത്യം. മയില് ചേച്ചി സൂപ്പർ. എങ്ങനെ സാധിക്കുന്നു വിജി? എനിക്ക് മുള്ളാൻ മുട്ടണം. ഒരു സംഭവം തന്നെ ചേച്ചി. കിസ്മി. എനിക്ക് മുള്ളാൻ മുട്ടും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിച്ച് മുള്ളാൻ മുട്ടിയിട്ട് വരും. മൂത്രം ഒഴിക്കാൻ മുട്ടും. CMS ഒന്ന് പോവോ പ്ലീസ്? ഞാൻ ഈ തുണി വിരിച്ചിട്ടോട്ടെ. ചിരിപ്പിക്കല്ലേ. ഉള്ളത് കൂടെ ബോധം കിട്ടും. ഒന്നും കൂടെ അവന് മുഖത്ത് കയറിയിരുന്നാൽ മതി. ഒന്നും കൂടെ ബോധം കിട്ടും. നല്ല സുഖം ഉണ്ടാവും.